കൊല്ലത്ത് ദേശീയപാത സർവീസ് റോഡിൽ വീണ്ടും പൈപ്പ് ലൈൻ പൊട്ടി. ജപ്പാൻ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പുനലൂരിൽ നിന്നുള്ള പമ്പിംഗ് ലൈനാണ് തകർന്നു പോയത്. പ്രഷർ ടെസ്റ്റിങ്ങിനിടെ ഇന്നലെയാണ് പൈപ്പ് ലൈൻ പൊട്ടിയത്. വാഹനങ്ങളും യാത്രക്കാരും ഇല്ലാത്തതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്ന അരുൺ രാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ രാജ്, വിശദാംശങ്ങൾ. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പെട്ടെന്ന് ഒന്നുകൂടി കാണിക്കാം കാണാത്തവർക്ക് വേണ്ടി. ഇനി അരുൺ രാജിന് തുടരാം. വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ചാത്തന്നൂരിൽ ജംഗ്ഷനിലുണ്ടായ സംഭവമാണ് ഈ ദൃശ്യങ്ങളിൽ കണ്ടത്. ചാത്തന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപമാണ് ഈ പ്രഷർ ടെസ്റ്റിംഗിനിടയിൽ ഈ പൈപ്പ് ലൈൻ പൊട്ടിയത്. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഈ തരത്തിൽ പൈപ്പ് ലൈൻ പൊട്ടുന്നതും സർവീസ് റോഡ് തകരാറിലാവുകയും ചെയ്യുന്നത്. ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ യാത്രക്കാരെല്ലാം കൂടുതലായും ആശ്രയിക്കുന്നത് ഇത്തരം സർവീസ് റോഡുകളാണ്. പക്ഷേ ഈ സർവീസ് റോഡുകൾ ഇത്തരം പൈപ്പ് ലൈനുകൾ പൊട്ടുന്നതിനെ തുടർന്ന് അടിക്കടി ഒലിച്ചു പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇന്നലെ യാത്രക്കാരും വാഹനങ്ങളും ഈ പ്രഷർ ടെസ്റ്റിംഗ് നടക്കുന്ന സമയം അതുവഴി കടന്നു പോകാത്തതിനാലാണ് വലിയ അപകടം തന്നെ ഒഴിവായത്. ഈ റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം ഇപ്പോൾ നടത്തുകയാണ്. കാരണം ഇത്തരത്തിൽ പ്രഷർ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ പാലിക്കേണ്ട സ്വാഭാവിക നടപടികൾ പാലിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ളതാണ് നിലവിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ജപ്പാൻ ശുദ്ധജല കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള ലൈനാണ് ഈ സർവീസ് റോഡിനടിയിലൂടെ കടന്നു പോകുന്നത്. ഈ പ്രഷർ ടെസ്റ്റിംഗ് തുടർച്ചയായി നടത്താറുണ്ട്. പക്ഷേ ഈ ഒരാഴ്ചക്കിടെ 2 തവണ പൊട്ടിയത് ഉദ്യോഗസ്ഥരെ പോലും അമ്പരാപ്പിലാക്കിയിട്ടുണ്ട്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്.